ഹായ് ചേട്ടാ. ഡാ ആ എവിടെയായിരുന്നു? എന്ത് പരിപാടി വീട്ടില്? എന്തുവാടേ? അണ്ണാ കട്ട ഉണ്ടെങ്കിൽ ഒരു കട്ടൻ കൂടെ അണ്ണാ. മധുരം കുറച്ച് മതിയേ. എന്താടേ ഷുഗർ പിടിച്ചാടേ നിനക്ക്? പോടാ വന്ന്. കടിയൊന്നും എടുത്തില്ലടേ. നിനക്കല്ലെങ്കിലും കടി ചേട്ടാ ഒരു കടി എടുത്തില്ല. അളിയ നീ എന്താ എത്ര സീരിയസ് ആയിരിക്കണേ? നാളത്തെ കാര്യം ആലോചിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ. അടുത്ത ആഴ്ച കോളേജിൽ അവന്മാർ നല്ല സ്ക്രിപ്റ്റും കൊണ്ടുവന്നാൽ നമ്മളെ കാര്യം അതോട്. നീ അതൊന്നും ഓർത്തും ടെൻഷൻ അടിക്കണ്ട, ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. നീ അന്ന് പറഞ്ഞ ബ്ലോഗ് ചെയ്ത ചേട്ടനാണോ? ഓ അത് തന്നെ. ശരി, ഇപ്പോൾ ആ ചേട്ടനെ കൊണ്ട് നമുക്ക് എന്തോ പ്രയോജനം? ഇത് കൂടി തിന്ന്. എടാ ആ ചേട്ടൻ ഒരു പുതിയൊരു ബ്ലോഗിൻ്റെ പരിപാടി പോണ വഴിയിൽ ഒരു പട്ടി കുറുകെ ചാടി ആക്സിഡൻറ്റ് പറ്റി. ഇപ്പം വീട്ടിലുണ്ട് ആള്. അങ്ങനെ ഞാൻ അതറിഞ്ഞ് ഇന്നലെ ആ ചേട്ടനെ കാണാൻ വേണ്ടി പോയി. ആ ചേട്ടനോട് ഞാൻ നമ്മളോട് പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് ഞാൻ കാണാൻ പോയി എന്ന് ആ പുള്ളി ഒന്ന് പോയി കണ്ടു നോക്കാൻ. നിങ്ങൾക്ക് പറ്റി എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്ന് പോയാലോ? ആ തീം നമുക്ക് ശരിയാവും. അളിയ നീ ആ പുള്ളിയുടെ ബ്ലോഗ് കാണാത്തോണ്ടാ. നീ ഒന്ന് കണ്ടു നോക്കേ, അപ്പോൾ മനസ്സിലാവും. എന്നാ നമുക്ക് പോവാം. ആ പുള്ളിയുടെ അതൊക്കെ ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡേ മതി, എനിച്ചു വാ. എടാ ബാഗ് എറാ. ഇവിടെ പോണ വഴി ആനന്ദിനും കൂടെ വിളിക്കണേ. ഓക്കേടാ, അവൻ്റെ കുറവ് കൂടെ ഉള്ളൂ. ശരി ഏട്ടാ. ആരാ? മുകേഷ് പറഞ്ഞിട്ട് ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. ആ കയറി വാ. ആ വാടാ. മാമനോട് ഒറ്റയ്ക്കാണോ താമസം? ആ ഒറ്റയ്ക്കാ. നേരത്തെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാ. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാ? ഞാൻ തന്നെ വച്ച് കഴിക്കും. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഇല്ല, വരുന്ന വഴി നമ്മൾ ചായ കുടിച്ചു. ഓ ഓ ഓ നമുക്കൊന്ന് വീഡിയോ ഒന്ന് എടുക്കാൻ തുടങ്ങിയാലോ? ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ അതോ? ഇവിടെ തന്നെ മതി ചേട്ടാ. ഓ ഞാൻ എടുക്കാം. ഈ മോനെ കണ്ടാലേ പണ്ട് ഞാൻ എങ്ങനെ ഇരുന്നതോ അതേപോലെയാ. തുടങ്ങട്ടെ? തുടങ്ങിക്കോളൂ. ഞാൻ പറയാൻ പോകുന്നത് പണ്ടത്തെ കാലത്ത് ചൂരക്കുഴി എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നടന്ന ഒരു കഥയാണ്. അവിടെ പകല് കാണാൻ അതിമനോഹരമാണ്, പക്ഷെ രാത്രിയായാൽ എല്ലാവരുടെയും പേടി സ്വപ്നമാണ്. പേടിക്കണം. ദുരാഗ്രഹങ്ങൾക്കും ആർത്തിക്കും വേണ്ടി കാലങ്ങളായി കിട്ടിയ കലയെ ചൂഷണം ചെയ്ത് ഇരുട്ടിനെ മറയാക്കി പലരുടെയും പേടി സ്വപ്നം. ഒരു കാലത്ത് കുടിലിലെ ഗർഭിണികൾ പോലും പേടിയോടെ കാത്തുസൂക്ഷിക്കാൻ കാരണമായ, ഇരുട്ടിന് പോലും ഭയമായവൻ ഒടിയൻ. ഒടിയനെന്ന് പറഞ്ഞ രാത്രി മൃഗങ്ങളായി രൂപമാറി വരുന്ന മനുഷ്യനല്ലേ? പിന്നെ മൃഗമാവാൻ മാത്രമല്ല, പറക്കാനും എഴയാനും എല്ലാ കാലഘട്ടത്തും വയസ്സാവാതെ ജീവിക്കാൻ, ആ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവനെ കൊണ്ട് സാധിക്കും. എങ്ങനെ? അതിനവർ ചെയ്യുന്നത് നിറവയറായ ഗർഭിണികളെ കൊന്ന് കുഞ്ഞിനെ എടുത്ത് ആ കുഞ്ഞിന്റെ ശരീരം ഒരു ഔഷധമാക്കി മാറ്റി ആ ശരീരത്തെ പല മന്ത്രവിദ്യകളും മരുന്നുകളും കൊണ്ട് ബലി കൊടുത്ത് ഒടിവിദ്യ സ്വീകരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. സാധാരണയായ ഒടിയന്മാരാണ്. ഈ ഒടിവിദ്യ എന്നത് പ്രാചീനമായ അവരുടെ തലമുറയിൽ നിന്ന് കിട്ടിയ കലയാണ്. അതിനെ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. പണത്തിനു വേണ്ടിയും ഇരകളെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയും മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടിയും, മറ്റവർ അതിൻ്റെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നു. ഇത് അങ്ങനെയുള്ള ഒരാളിൻ്റെ കഥയാണ്. ഇവർ മറയോളം മാത്രമല്ല ഉള്ളത്, കുരുന്നു ജീവനും കരുവാക്കും. അതെങ്ങനെ മാമൻ അറിയാം? പണ്ടത്തെ കാലത്ത് ചൂരക്കുഴിയിലെ കാളിയുടെ ഉത്സവം 4 നാൾ നീണ്ടതായിരുന്നു. അക്കരെ നിന്നും ആറാട്ടുകടവ് അമ്പലത്തിൽ നിന്നും കാളിക്ക് ചാർത്താനുള്ള ആഭരണം ഞങ്ങളെ മണ്ണിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ചുമതലയായിരുന്നു. കൂട്ടിനായി ആറാട്ടുകടവ് അമ്പലത്തിൽ നിന്നും 2 മേൽശാന്തിമാരും കൂടെ വരും. ഒടിയൻ്റെ വിദ്യയോ എൻ്റെ വിധിയോ, ഞാനന്ന് ഒറ്റയ്ക്കായി.
അങ്ങനെ ആ ദിവസം ആഭരണങ്ങളുമായി പുഴ കടന്ന് എത്തുന്ന സമയം ആരവിടെ? ശരിയൊന്നും വേണ്ട, ആരാണെങ്കിലും മുന്നോട്ട് വരൂ. ഞാൻ ആരാണെന്ന് ഇവിടെയുള്ള ഇരുട്ടിന് പോലും അറിയാം. പക്ഷേ നിങ്ങൾ എന്നെ വിളിക്കുന്ന പേര് ആദ്യം ഒരു മൂങ്ങയായിട്ടാണ് എന്നെ ഓട്ടിച്ചത്. അങ്ങനെ ഞാൻ ചെന്നങ്ങ് വീണ് എണീറ്റപ്പോൾ ദേ വരുന്നൊരു കാളയായിട്ട് പിന്നെ അങ്ങ് ഓട്ടിക്കുക. ഓ പറയണ്ട. നോക്കണ്ട വാര്യരെ, എത്ര ശ്രമിച്ചാലും ശബ്ദം പുറത്തു വരില്ല. ഓടിവച്ച ഓരിനെയും വെട്ടം കണ്ടിട്ടില്ല. വെറ്റില കീറുണ്ടാക്കണ പോലെ ഉടലും തലയും വേറെയാക്കും. പക്ഷേ നിന്നെ കൊല്ലില്ല, പാതി ജീവനോടെ വിടും. പകരം കയ്യിലുള്ളത് ഞാൻ എടുക്കും. കാളിയുടെ അലങ്കാരം ഒടിയൻ സൂക്ഷിക്കും. ശേഷിച്ച ജീവനിൽ ഇത് പുറത്തെറിഞ്ഞാൽ നിന്റെ കുലം ഞാൻ മുടിക്കും. നിന്റെ തലമുറ ഇവിടെ അവസാനിക്കും. പറഞ്ഞവരുടെ ഉയിര് ഞാൻ എടുക്കും. ഇത് ഈ ഒടിയന്റെ തീരുമാനം. അങ്ങനെ ആ കാളിയുടെ ആഭരണം മോട്ടിച്ചത് ഞാനാണെന്ന് നാട്ടിലൊക്കെ പരന്നു. അവസാനം എൻ്റെ കുടുംബം നശിക്കുമെന്നുള്ള പേടി കൊണ്ട് ഈ സത്യം ആരോടും പറയാനും വയ്യ. ഇതാണ് മോനെ എൻ്റെ ജീവിതത്തിൽ നടന്ന ഒടിയൻ്റെ കഥ. ശരി, കട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് മാമനെ നമ്മളൊന്ന് കാണാം. സന്തോഷം. ശരി ശരി. അങ്ങനെ തള്ളു കാരണം തിന്ന വട വരെ ദഹിച്ചു. മോനെ, നിന്നെ വിളിച്ചു പോ. ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭാര്യയും മക്കളും മരിച്ചതിന് ശേഷം ഈ ഒടിയനെ നശിപ്പിക്കാനുള്ള എല്ലാം ഈ ബുക്കിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇത് മോന് ഉപകാരപ്പെടും. ഇത് ഇരിക്കട്ടെ കയ്യിൽ. ആളെന്താടാ പറഞ്ഞത്? പുള്ളിക്കാരെ എന്തോ പറഞ്ഞടാ, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അത് കേട്ട ശേഷം മനസ്സിൽ എന്തോ പോലെ. ഓ, പുള്ളി പറഞ്ഞത് കള്ളക്കഥ. നീ ടെൻഷനൊന്നും വേണ്ട. നമുക്ക് ഷോർട്ട് ഫിലിമിലെ ത്രെഡ് കിട്ടിയല്ലോ, ബാക്കി നമുക്ക് നോക്കാം.
നീ ഇന്ന് ലൊക്കേഷൻ കാണാൻ പോവാന്ന് പറഞ്ഞല്ലേ, പെട്ടെന്ന് വാ. ഓക്കേടാ, 5 മിനിറ്റ് ഞാൻ താ വരണം. നിർത്ത് കുരിശ് കണ്ടപ്പോഴാണ് ഓർമ്മ വന്ന അവന്മാരെ വിളിക്കാണ്. എവിടെ എത്തിയും ചോദിച്ചത്? ഹലോ, എന്നാ നിങ്ങളെവിടെ എത്തി? നമ്മളിവിടെ ഒരു പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു കുരിശുണ്ട്, കുരിശടി. ആ നിർത്ത്. എവിടെയായിരുന്നടാ? ഇവിടെ നിന്ന് കുറെ ദൂരം പോകാണ്ട്, 30 കിലോമീറ്റർ പോകാണ്ട്. ഡാ, എന്താടാ? ഇവിടെ തന്നെ. കുറച്ചുകൂടെ ഉണ്ട്. ഓ 30 കിലോമീറ്റർ ഉണ്ട്. എടാ 30 കിലോമീറ്റർ. 30 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ സ്റ്റേ ഒക്കെ ഉണ്ടാവും? അതൊക്കെ ഓൾറെഡി സെറ്റ് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. പോവാം. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ഇവിടെ അടുത്ത ജംഗ്ഷനിൽ പോയി നോക്കാം. പോവാം, നോക്കാം, വാ. പെട്ടെന്ന് പോവാം. എടേ, കുറെ നേരമായി കാട്ടിക്കൂടി നടക്കാൻ തുടങ്ങിയിട്ട്. ആ പുള്ളിക്കാരനൊന്ന് വിളിച്ചു നോക്കിയാണ്. ഞാൻ വിളിക്കാം. വാ, അങ്ങേരെ ആരെങ്കിലും പടപ്പിന്റെ ഇടയിൽ കാണും. ഇങ്ങോട്ട് ഈ വഴി വന്നാ മതി. വാ വന്നോ. പിടിച്ചോ. ചേട്ടാ. കേറി വന്നാ മതി. പിടിച്ചു. നീ തവളയാടേ? ഓക്കെ. പോടാ. പയ്യെ നോക്കി. താണെന്നെ വീട് വന്നാ എവിടെ കാണുന്നു? ഒന്നും കാണില്ലല്ലോ. നോക്കി വരണേ. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ. ശരി. എടാ, ആഴം നോക്കണം. കിണറ്. ആമില്ല, തേങ്ങടാ. എന്താ ചേട്ടാ, ആനയുടെ സൗണ്ട് അല്ലേ കേട്ടത്? കമ്പിവലി കഴിഞ്ഞ് ആനങ്ങ് വരില്ല. ആനയുള്ള കാട്ടിക്കൂടെ കൊണ്ടുവന്നേ. താക്കോലിന്റെ നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കി. താക്കോല് മാറിപ്പോയി. ഞാൻ വീട്ടിൽ പോയി താക്കോൽ എടുത്തിട്ട് വരാം. ചേട്ടാ, ലേറ്റ് ആവില്ലല്ലോ? നിങ്ങളിവിടെ തികഞ്ഞിരുന്നോ? ഞാൻ പോയിട്ട് വരാം. എന്തേലും കിട്ടുമോ നോക്ക്. ഇവിടെയൊക്കെ നോക്ക്. എനിക്കൊരു മടല് കിട്ടി. അവിടെ കത്തിക്കണം. ആ ചുള്ളിയൊക്കെ എടുത്ത്. അയാൾ ഇനി എപ്പോഴെങ്കിലും വരുമോ? അയാൾ ഇനി എപ്പോ വരാനാണ്? എൻ്റെ ഫോൺ അടിക്കണ്ട. എൻ്റെ മുകേഷ പറ. രഞ്ജിത്ത്, നീ എവിടാ? നമ്മൾ ആ ലൊക്കേഷൻ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളെന്നാ പുള്ളിയുടെ വീട്ടിൽ വീഡിയോ എടുക്കാൻ പോയില്ലേടാ? ആ പുള്ളി മരിച്ചു പോയടാ. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. കൊലപാതകം എന്നാണ് പറയണത്. പോലീസൊക്കെ വന്ന് അന്വേഷിച്ചിട്ടൊക്കെ പോയെന്നൊക്കെയാണ് അറിവ്. പിന്നെ അന്ന് നിങ്ങളെടുത്ത ആ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. നിങ്ങളെപ്പോ തിരിക്കും? ലൊക്കേഷൻ കണ്ട ഉടനെ വന്നേ തിരിക്കൂടാ. എന്തായാലും രാവിലെ ആവും. നീ രാവിലെ വന്ന ഉടനെ വിളി, നമുക്കൊന്ന് കാണണം. അപ്പൊ ശരിയടാ. ശരിടാ. ഓക്കെ. എടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ, നമ്മളന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോയ ചേട്ടനെ വീട്ടിൽ മരിച്ചിടക്കണം. എങ്ങനെ മരിച്ചേ? ആരോ കൊന്നതാണോടാ. അന്ന് നിന്നെയൊക്കെ എടുത്തൊരു വീഡിയോ ഇല്ലേ എന്റെ കയ്യിലില്ലേ? അത് കാണിച്ചു തരുമോ? അല്ല, വീഡിയോ എടുത്താണ്. ഫോൺ ഓൺ ആവണില്ല.
ഫോൺ ഓൺ ആവണില്ല. എടാ പുള്ളിക്കാരൻ വന്നു പറഞ്ഞ കാര്യം പറയാൻ നമുക്ക് നാട്ടിൽ പോവാം. എടാ ഫോൺ വർക്കാവില്ലെന്ന്. ഓടാ വർക്കാവണില്ല. എടാ അന്ന് അയാളെ കാണാൻ പോയപ്പോൾ ഒരു ഡയറി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കയ്യിലുണ്ടോ? എടുക്ക്. ഓ, ഇതിനകത്ത് ഇനി എന്ത് വള്ളിയാണ്? എന്താണ്? എന്ത് പിക്ചറാടാ ഇത്? എന്താ സ്കെച്ച് പോലെ എടാ ഉണ്ടല്ലോ. ഒരു ഫോട്ടോ ഇടാം. ഇതാണ് ഇനി ഓടി. അളിയാ മിന്നല്. ടാ, മഴ പെയ്യുമെന്ന് തോന്നണം. ഉണ്ടല്ലോ. എന്തുവാ? നോക്കാം